ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ നിങ്ങൾ ആരെങ്കിലും അരച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് അരച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം കുഴപ്പമൊന്നുമില്ല, അപ്പത്തിന് ഇത് കണ്ടോ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോൾ രാത്രിയിലാണ് കേട്ടോ, രാത്രി ഇപ്പോൾ 9:30 ആയിട്ടുണ്ടേ സമയം. അപ്പോഴേ ഞാനിന്ന് ഉച്ചയ്ക്കല്ല രാവിലെ അരിയൊന്നും ഇടാൻ മറന്നു ഈ വെള്ളത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ പച്ചരി ഇട്ടിരുന്ന വെള്ളത്തിൽ. ഇപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഇപ്പോൾ അരയ്ക്കാൻ പോകുന്നേ ഉള്ളേ. പച്ചരിയും അപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പച്ചരി മാത്രമേ ഉള്ളൂ കേട്ടോ, പച്ചരിയും ചോറും കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് അരയ്ക്കുന്ന കേട്ടോ. ഇതിൽ തേങ്ങ ചേർക്കാതെ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം അത് അരയ്ക്കാൻ പോവാം. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇത് അരയ്ക്കട്ടെ. ഇത് നല്ലപോലെ കഴുകിയാണ് കുതിരാൻ വേണ്ടി ഇട്ടിരുന്നത് കേട്ടോ. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി. അപ്പം കുറച്ചൊരു 4 മണിക്കൂറൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലപോലെ കുതിരും. അപ്പോൾ ഇനി ഞാൻ ഇത് അരയ്ക്കാൻ പോവാം കേട്ടോ. അപ്പം ഇതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ വേണമെങ്കിൽ ഇതൊന്നും കൂടി കഴിയാൻ കേട്ടോ, പക്ഷേ നല്ലപോലെ കഴിയുക, ഒന്നും കൂടി കഴിയുക എന്തായാലും. ആദ്യത്തേത് അരച്ച് മാറ്റിയിട്ട് രണ്ടാമത്തേതിനകത്ത് നല്ലപോലെ അരഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ചോറും കൂടി ഇട്ട് അരയ്ക്കുന്നുണ്ട്. ചോറും പഞ്ചസാരയും കൂടി ഇട്ട്, സ്ഥലം ഉണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ അതിന് ശേഷം ചോറും പഞ്ചസാരയും കൂടി അരച്ചാലും മതി. അപ്പം ഞാൻ അതിപ്പോൾ ചോറും പഞ്ചസാരയും ഇടുവാണേ. പഞ്ചസാരയും ഇടുക. കുറച്ച് ചോറും അതെല്ലാം കൂടി ഒന്ന് അരഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഈ ഈസ്റ്റും കൂടി ചേർക്കാൻ പോവാണേ. നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടിട്ട് കലക്കിയാലും മതി. ഇപ്പം ഞാൻ അതിൻ്റെ ഉടുത്തിട്ടങ്ങ് അരച്ചെടുക്കുവാണേ. കുറച്ച് പഞ്ചസാരയും കൂടെ. എനിക്ക് അപ്പത്തിനാണെങ്കിലും അപ്പത്തിന് നല്ല ചായയ്ക്കും എല്ലാം മധുരം വേണം. എനിക്ക് ചായ, അപ്പം, ഈ വക സാധനത്തിനൊക്കെ മധുരം വേണം. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. ചിലർ അപ്പം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതൊക്കെ ഉണ്ടാക്കാം. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കപ്പി കാച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതുണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കിന് ഇത് കുറച്ച് എളുപ്പമാണ്, ഈസിയാണ്, അപ്പത്തിന് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അന്നായപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ സ്ഥിരം ഇതാക്കി. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്നില്ലായിരുന്നേ. എൻ്റെ അപ്പച്ചട്ടിയിൽ ഞാൻ അപ്പം ഒഴിച്ച് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയോ പോയി അതിങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും റെഡി ആവില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ താമസിച്ചരി ഇട്ട്. അങ്ങനെ അമ്മയെ വിളിച്ചു പറഞ്ഞ് അമ്മ എന്തായാലും വരുമ്പോൾ അമ്മയുടെ അപ്പച്ചട്ടിയും കൂടെ കൊണ്ടുവരാൻ. അപ്പോൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ ഉണ്ടാക്കാൻ എളുപ്പമായി എനിക്ക്. നീ നോക്കട്ടെ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കറക്റ്റായി. ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇനി നാളെ രാവിലെ അപ്പം ഉണ്ടാക്കുന്നതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാകുമ്പോൾ നമുക്ക് തേങ്ങ തിരുമണമെന്നില്ല, പിന്നെ തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ. പിന്നെ തേങ്ങ തിരുമാനെ കൊണ്ട് പെട്ടെന്ന് പറ്റാത്തപ്പോഴോ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിലോ ഒക്കെ ഇങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും മിക്കവാറും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. തേങ്ങ തിരുമാൻ ഇച്ചിരി മടിയാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ എളുപ്പം. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല എനിക്ക് കേട്ടോ. അപ്പം ഞാനും ഇത് വീഡിയോയിൽ കണ്ട് ചെയ്ത് തന്നെയാണ്, അങ്ങനെയാണ്. പിന്നെ എപ്പോഴും വീഡിയോ കണ്ടല്ല, ഇതെനിക്ക് അമ്മയെ പറഞ്ഞു തന്നെ. സോറി, ഇതെനിക്ക് കൂടുതൽ അമ്മ പറഞ്ഞു തന്നെ, ആൽമ പറഞ്ഞു തന്നെ. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നാളെ എന്തായാലും ഞാൻ അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നിനിയും വൈകിട്ട് ഞങ്ങൾക്ക് വൈകിട്ടത്തേക്കെന്ന് പറഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടിയപ്പവും മുട്ടക്കറിയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേശപ്പനാണെങ്കിൽ ഇവിടെ കൊച്ചി TV വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അവിടെ എടുത്തിട്ട് സൗണ്ട് കുറേ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അമ്മ പിന്നെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടിയപ്പവും മുട്ടക്കറി, ചോറ് പക്ഷേ ഉച്ചയ്ക്ക് കുറച്ചുണ്ട് കേട്ടോ. ഇവിടെ
അടിപൊളി മുട്ടക്കറിയാണേ. അപ്പോൾ വൈകിട്ടത്തേക്ക് ഇതൊക്കെയാണ്. ഞാനേ കിച്ചൺ ടൂറിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കിച്ചണിൽ നിന്നൊക്കെ കുക്ക് ചെയ്യുന്നെങ്കിലും കിച്ചൺ ടൂറായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. അപ്പം നിങ്ങളുടെ കമൻസൊക്കെ അതിൽ അറിയിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ. പലരും വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഈ ലൈക്ക് ചെയ്യാത്തൊരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി കേട്ടോ. കേശപ്പം ഭയങ്കര ഒരു കരച്ചിലും വിളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കഴിപ്പായിരുന്നു കേട്ടോ. കഴിക്കാൻ ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന കാര്യം. അതുപോലെ തന്നെ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഞാൻ TV ഒക്കെ ഓഫ് ചെയ്യും കേട്ടോ. TV കണ്ടോണ്ടിരുന്ന് കഴിക്കരുത് എന്നൊക്കെ ഞാൻ തന്നെ എടുത്തൊരു റൂളാണ് കേട്ടോ. അപ്പം ഈ നേരത്തേക്ക് ഭയങ്കര ബഹളമായിരുന്നു, കഴിക്കത്തില്ല, TV വെച്ചാലേ കഴിക്കുക എന്നൊക്കെ പറയുമായിരുന്നു ചില സമയത്തെ. പിന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ട്, കഴിക്കാൻ സമയമാകുമ്പോൾ TV ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ച് തറയിലൊക്കെ എടുത്തെറിഞ്ഞിങ്ങനെ അവൻ കളിക്കുന്നതെല്ലാം അവിടെ ഇവിടെ കിടക്കും സാധനങ്ങൾ. അപ്പം ഞാൻ തൂക്കുന്ന സമയത്ത് പറയും, ഇതൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ തരത്തില്ല, ഒന്നെങ്കിൽ തൂത്ത് കളയെന്ന് പറയും. അപ്പോഴാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ട് അടുക്കി വെക്കും. നമുക്ക് കാറെല്ലാം അടുക്കി വെച്ചിരിക്കുക, കാർ ഷോറൂമാന്നൊക്കെ പറഞ്ഞ്. അതുപോലെ കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കെ ഒന്നെങ്കിൽ അടുക്കളയിൽ ഇവിടെ കൊണ്ടുവെക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കുമ്പോൾ കൊണ്ടുവെക്കും. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഈ പ്ലേറ്റൊക്കെ കഴുകി വെക്കുന്നത് കേട്ടോ. പിന്നെ ചില സമയത്ത് നമ്മൾ ആരും കണ്ടില്ലെങ്കിൽ പ്ലേറ്റും കഴുകി വെക്കും. അപ്പോൾ ഇനി അടുത്ത ദിവസമേ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നവിടെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ എണീറ്റിട്ട് വന്ന് കാണിക്കാതെ സത്യത്തിൽ ഞാൻ മറന്നുപോയായിരുന്നേ. ഇന്ന് ലേറ്റായിട്ടാണ് എണ്ണീറ്റത് തന്നെ. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, അപ്പോൾ ലേറ്റായിട്ടാണ് എണ്ണീറ്റിരിക്കുന്നത്. പക്ഷേ അപ്പത്തിൻ്റെ മാവ് എന്തായാലും ഞാൻ കാണിച്ചിട്ട് ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ച് വീഡിയോ നിർത്തുമേ. അപ്പോൾ ഇതേ കണ്ടോ മാവ് ഇത്രയും ഇവിടെ വരെ അരച്ച് ഇത്രയും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതും കൂടി കാണിക്കണമേ. അപ്പം ഞാൻ 3-4 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ നിങ്ങൾ ആരെങ്കിലും അരച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് അരച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം കുഴപ്പമൊന്നുമില്ല, അപ്പത്തിന് കണ്ടോ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ. ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം. ബൈ.